മധു അങ്കിൾ, ആര്യ ചേച്ചി ആൻഡ് MJ അങ്കിൾ. വെൽക്കം. റെഡിയല്ലേ പാട്ട് കേൾക്കാൻ? ഒരു വെറൈറ്റി റെഡിയാവലാണ് നമ്മളിപ്പോ കണ്ടത്. ഡ്രസ് കളിക്കിട്ടുണ്ട്, അടിപൊളിയായിട്ടുണ്ട്. എനിക്ക് ഭയങ്കര ഇഷ്ടപ്പെട്ടു. ഇടാനായിട്ട് കാണാൻ മാത്രല്ല ഇടാനൊന്നും നല്ല AC ആണെന്ന് തോന്നുന്നു അല്ലേ? എയർ കണ്ടീഷൻ. എനിക്ക് തോന്നിയത് കളറും ഭയങ്കര സൂട്ട് ചെയ്യുന്നുണ്ട്. ഇപ്പൊ തൽക്കാലം നമുക്ക് പാട്ട് കേൾക്കാം. റെഡിയല്ലേ? നമുക്ക് ആദ്യത്തെ ആളെ വിളിക്കാം. ദയാ മോൾ. ഓ മെഴ്സി കുട്ടി. ദയാ 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 വന്നില്ലേ ഇതുവരെ? ഇത്രയും വിളിച്ചിട്ടും അല്പം പോലും ദയയില്ലേ? അതെ, മേഴ്സി കുട്ടി ഓടിച്ചാന്ന് ഓർത്തിട്ടുണ്ടാവും. മേഴ്സി മോളെ കുട്ടി ഓടിവാ ബാബാ, എക്കോ അല്ലത്. ഓ ഹായ്, എന്തൊക്കെയുണ്ട് വിശേഷം? നല്ല വിശേഷം. ആഹാ, ഞാൻ മടങ്ങി. സോറി, മധുവങ്ങളെ കണ്ടിട്ട് കൊറേ ദിവസമായി. അത് അപ്പൊ ഞാനും കുറെ ദിവസം പോയിട്ട് വരാം ഇനി. അയ്യോ, എങ്ങോട്ടെങ്കിലും പോവാ. പോണോ? വേണ്ട, ഇവിടെ തന്നെ ഇരുന്നാ മതി. വീട്ടിൽ പോയിട്ട് എന്താണ് വിശേഷം? വീട്ടിൽ പോയിട്ട് എന്താണ്, എല്ലാവരും എന്റെ അടുത്ത് ഓടി വന്ന്. വന്നിനി എല്ലാരും ഓടി വന്നു. ഓടി വന്നു. ദയമോളെ സുഖല്ലേ എന്ന് ചോദിച്ചു. അപ്പൊ ഞാൻ പറഞ്ഞു ഞാൻ പറഞ്ഞ് സുഖാണ് എന്നാണ്. പിന്നെ കടയിൽ പോയപ്പോ അമ്മയുടെ കൂടെ പുറത്തു പോയപ്പോ അപ്പൊ എല്ലാരും വന്ന് പിന്നെയും കെട്ടിപ്പിടിച്ചു. അല്ല, എല്ലാവരും പറഞ്ഞ് അങ്ങോട്ട് നോക്ക് അങ്ങോട്ട് നോക്ക്. എങ്ങോട്ട്? ഞാൻ വെറുതെ അങ്ങോട്ട് നോക്കിയപ്പോ എന്റെ ഫ്ലെക്സ് ഇരിക്കുന്നു. അത് ശരി, സ്പെഷ്യൽ കുറെ വിശേഷങ്ങൾ നമുക്കുണ്ട്. ദേണ്ടേ കൊള്ളാലോ. BCC പള്ളിപ്പടിയുടെ അഭിനന്ദനങ്ങൾ. ടോപ്പ് സിംഗർ സീസൺ 6 സെലക്ട് ആയ ദയാ മോൾക്ക് BCC പള്ളിപ്പടിയുടെ അഭിനന്ദനങ്ങൾ. ഈ BCC പള്ളിപ്പടി എന്ന് പറഞ്ഞാൽ എന്താ? അത് എനിക്കറിയില്ല. എന്തായാലും BCC പള്ളിപ്പടിക്ക് ഹായ് 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 ഹായ്. അതെ. എന്നിട്ട് സ്കൂളിൽ ചെന്നപ്പോ ഫ്രണ്ട്സ് എല്ലാരും ഉണ്ടായിരുന്നു. ഞാന് അറിയാണ്ട ചെന്നത് സർപ്രൈസ് ആയിട്ട്. ഈ ശല്യം വന്നു. അയ്യോ, എന്താ അങ്ങനെയൊക്കെ ചോദിക്കണേ? ആശ്വാസമായിട്ടാ കണ്ടത്. ഭയങ്കര ശല്യാണോ? കുറച്ച് വികൃതിയാണല്ലേ? കുറുമ്പ് കാണിക്കാറുണ്ടോ? കുറച്ച് എന്തൊക്കെ കുറുമ്പുകളാ കാണിക്കാറ്? അങ്ങനെയൊന്നും ഉപദ്രവിക്കാറുണ്ടോ? പൊതുവെ ഒരു പരാതി ഉണ്ടെന്ന് പറഞ്ഞു കേട്ടു, ഒരു ഉപദ്രവകാരിയാണെന്ന്. ശരിയാണോ? എല്ലാ സീസണിലും നമുക്കൊരു ഉപദ്രവകാരിയുണ്ട്. എന്താ എല്ലാരും ഉപദ്രവിക്കുന്നു കേട്ടു. എങ്ങനെയാ ഉപദ്രവിക്കുന്നത്? അത് ഞാനിങ്ങനെ രോമം കഴിഞ്ഞ സീസണിലുണ്ടല്ലോ രോമം പറിക്കുന്നത്. നീഹാര ഇവിടെ ഉണ്ടോ? വീട്ടിൽ വല്ലതും പോയി നിന്നോ? ഇല്ല. ഇത്രമാത്രം ഇൻസ്പയർഡ് ആവാൻ എന്താ കാരണം? അമ്മ ഇത് കേട്ടപ്പോ ഏറ്റവും ഞെട്ടിയത് എന്റെ മോളെ പോലെ വേറൊരാളോ. അപ്പൊ എന്താ പാടാൻ പോന്നേ? ഞാന് പാടാൻ പോകുന്നത് ദൂരെ മാമരക്കൊമ്പിൽ. മരത്തിൽ കയറാറുണ്ടോ? ഉണ്ട്. മിനിയേച്ചറാന്ന് തോന്നുന്നു നീഹാരയുടെ. അല്ലേ, നീഹാര മരത്തിലും കയറും. കേറും. പേരമരത്തിലാണോ കേറാ കുട്ടി? അതെങ്ങനെ പഠിച്ചു ഇങ്ങനെ മേളിൽ കയറാൻ, കൊമ്പത്ത് കയറാൻ? അതൊരു കാല് വെക്കും, ഒരു കാല് വെച്ചു, പിന്നെ അടുത്ത കാല് വെക്കും. അത് ശരി. അപ്പൊ കൈ പിടിക്കേണ്ട മരത്തിൽ കയറുന്നേ. അതായത് ഒരു കാല് അടുത്ത കാല് വെക്കുക. അങ്ങനെ പിന്നെ അടുത്ത കാല് വെച്ച് മറ്റേ കാല് വെച്ച് പിന്നെ മരത്തിന്റെ മേലെ കയ്യും പിടിച്ച് ഇങ്ങനെ കയറും. എന്ത് പ്രത്യേക സിദ്ധി കിട്ടിയേക്കണ ആളാന്ന് തോന്നുന്നു. കൈ തൊടാതെ ഇങ്ങനെ നേരെ നേരെ കാല് വെച്ച്. അപ്പൊ എത്ര പൊക്കത്തിൽ കയറും? ഞാനൊരു കുറച്ച്. കുട്ടി, എന്തേ ആ ഡീറ്റെയിൽസ് ഒന്ന് പറയൂ. മ്യൂസിക് വിദ്യാസാഗർ സാർ, ലിറിക്സ് ഗിരീഷ് പുത്തഞ്ചേരി സാർ, ഇയർ 1997. സിനിമയുടെ പേര് വർണ്ണപ്പകിട്ട്. ഈ വർണ്ണപ്പകിട്ടിന്റെ അവസാനം വരുമ്പോ എന്തോ ഒരു സംശയം പോലെ. പവിട്ട് എന്ന് പറയാൻ പോകുന്നുണ്ട്. അതാണോ? ഞാൻ എന്താണ് ഈ വർണ്ണപ്പകിട്ട്? വർണ്ണപ്പകിട്ട് അങ്ങനെ പറഞ്ഞേ? വർണ്ണപ്പകിട്ട്. ഓക്കെ. അപ്പൊ ഓൾ ദി ബെസ്റ്റ് കുട്ടി. താങ്ക് യു ചേച്ചി.
അപ്പൊ ആ ഹൊറിപ്പിലേഷൻ നമുക്ക് ഫീൽ ചെയ്യണം. അപ്പോഴാണ് പാട്ട് ബ്യൂട്ടിഫുൾ ആവുക കേട്ടോ. ഓക്കെ. ഓക്കെ, അപ്പൊ നമ്മുടെ മേഴ്സിക്കുട്ടി അമ്മയ്ക്ക് ഇന്ന് 96.75 ഔട്ട് ഓഫ് 100. മേഴ്സിക്കുട്ടി അമ്മ പോകുന്നതിന് മുന്നേ വേറൊരു കാര്യം പറയാനുണ്ട്. എന്താന്ന് വെച്ചാൽ മേഴ്സിക്കുട്ടിയുടെ അനിയനെ നമ്മൾ എപ്പോഴും ഇവിടെ കാണാം. അവന് ഭയങ്കര പ്രാർത്ഥനയാ പാടാൻ കയറുമ്പം. അങ്ങനെ പ്രാർത്ഥിച്ചിരിക്കുന്ന ഒരു ചെറുതിനെ നമ്മൾ കാണാറുണ്ട്. ഞാനത് ശ്രദ്ധിച്ചു. അവനൊരു സ്പെഷ്യൽ സ്കില്ലുണ്ട്. എന്നുവെച്ചാ അവൻ സ്റ്റേജ് പാടാൻ ദേവദത്ത് നന്നായിട്ട് കൊട്ടും. ആഹാ, എങ്ങനെ? ബെഞ്ചിലൊക്കെ ഓ, അത് ശരി. നല്ലോണം കൊട്ടും. ഇപ്പൊ കൊട്ടാനായിട്ട് ഇപ്പൊ എന്ത് ചെയ്യും? നമ്മളൊരു ബെഞ്ചിൽ കൊട്ടിക്കാൻ പോന്നു. ഒന്ന് കൊട്ടി കാണിക്കാം അവിടെ. ദേവദത്ത, നമ്മുടെ മീനുട്ടിയുടെ തലക്കിട്ട് ഒരു കൊട്ടു കൊടുക്കാമോ? ചെയ്യോ അങ്ങനെ? ഒരിക്കലും ഇല്ല. കണ്ടോ? എന്താ കാരണം? പാവന്റെ അത്രയൊക്കെ ഇടിക്കുമല്ലേ? അതെ, അതൊക്കെ കിട്ടും. അപ്പൊ നമുക്ക് കേട്ടാലോ? അതെ, നമുക്കൊരു ജുഗൽബന്ദി നടത്തിയാലോ? അങ്കിള് പറയുന്ന കാര്യം തന്നെ അങ്ങനെ ചെയ്യാൻ പറ്റുമോ? അതാണ് അത്രേ ഒന്ന് ഉള്ളൂ. നോക്കാം. അങ്കിൾ ഒന്നും പറയട്ടെ. ആ. തക്കദിനദിം തരിക്കിട്ട തക്കദിനദിം ദിദിം തദിം തദ്ദിം തരകിടദിം തരകിടദിം ഒന്നിച്ച് തരകിടദിം 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 തരകിടദിം. അവൻ ചുമ്മാ ട്രൈ ചെയ്ത് നോക്കിയതാണ്. ചേച്ചിയുടെ ഏത് പാട്ടിനാണ് വായിക്കണേ? ഏതെങ്കിലും മതി. 1 2 3 4. പെരുക്കുകൊള്ളാം. അതെ, സൂപ്പറാണ്. എത്ര നേരം പെരുക്കും നോക്കട്ടെ. ആഹാ, കൊള്ളാല്. സൂപ്പർ കേട്ടോ. കുട്ടനാടൻ കായലിലേക്ക് കൊട്ടുവോ? കുട്ടനാടൻ കായലിൽ കെട്ടുവഴ പുഴയുമ്പോ പാട്ടൊന്നു പാടടി കാക്കക്കറുത്തി അന്തിക്കൂടെ കമഴ്ത്തി ഞാൻ ഇളങ്ങൾ കുടിക്കുമ്പോ പഴങ്കഥ പറയടി പുള്ളിക്കുയിലേ പുള്ളിക്കുയിലേ പുഞ്ചക്കിനി വെള്ളം തേവണം കള്ളിക്കുയിലേ പഞ്ചത്തിലെ വീണും പിടിക്കണം നാട്ടുകായ തിരകൾ വിളിക്കുന്നു തകതിനി ഹൃദയ അമ്പിളി ചുണ്ടൻ വെള്ളം തുടിക്കുന്നു തകതിനി ഹൃദയ കുട്ടനാടൻ കായലിലെ ചുറ്റുവെള്ളം തുഴയുമ്പോ പാട്ടൊന്ന് പാടടി കാക്കക്കറുമ്പി അന്തിക്കൂടം കമഴ്ത്തി ഞാൻ ഇളങ്ങൾ കുടിക്കുമ്പോ പഴങ്കഥ പറയടി പുള്ളിക്കുയിലേ. അടിപൊളി. അവസാനം അത് കൊള്ളായിരുന്നു കേട്ടോ. എങ്ങനെയായിരുന്നു? പഠിക്കുന്നുണ്ടോ? കൊട്ടാൻ പഠിക്കുന്നു? ഇല്ല, പഠിക്കാൻ പോണില്ല. അയ്യോ, അമ്മയടുത്ത് പറയണം. അതായത് അവനെ ചെണ്ട പഠിപ്പിക്കണം. അതുപോലെ ഋതം, ഇപ്പൊ തബല, ഡോലക് അങ്ങനെയുള്ള ഇൻസ്ട്രുമെന്റ്സ് പഠിപ്പിക്കണം. തീർച്ചയായിട്ടും നല്ല താളബോധമുണ്ട്. ടാലന്റ് എന്ന് പറയുന്നത്. അതെ, ഇങ്ങനെ വീട്ടിലിരുത്തരുത് കേട്ടോ. അപ്പൊ മിടുക്കനാണ് കേട്ടാ. അടിപൊളി. രണ്ടുപേരും മിടുക്കനും മിടിക്കും. അപ്പൊ രണ്ടുപേർക്കും ടാറ്റ. ടാറ്റ. ബൈ ബൈ. അത് കുഞ്ഞുണ്ടോക്കോ. ടാറ്റ.